ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോന്നു. എപ്പോഴും മാർച്ച് ലാസ്റ്റ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാറുണ്ട്. ഇപ്രാവശ്യം സ്കൂൾ ഏപ്രിൽ 18 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷു ഒക്കെ ബാംഗ്ലൂർ തന്നെയായിരുന്നു ആഘോഷം. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു സദ്യ മാത്രം. ഞങ്ങൾ അങ്ങനെ 6 മണിയായി യാത്ര തുടങ്ങിയപ്പോൾ. ഫുഡും ട്രാവൽ ടൈമും ഒക്കെ കൂടെ ഒരു 4:30-ക്കെങ്കിലും വീട്ടിലെത്തേണ്ട ഞങ്ങൾ ഇപ്രാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. ഒരുവിധം എല്ലാ സ്ഥലത്തും ബ്ലോക്ക് കിട്ടി. റോഡ് വർക്ക്സ് ആണ് കാര്യം. ഞങ്ങൾ വന്നത് ബാംഗ്ലൂർ, സേലം, പാലക്കാട് റൂട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് രാവിലെ നേരത്തെ കഴിച്ച ശീലമായതുകൊണ്ട് 7:30 ആയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിശപ്പ് തുടങ്ങി. ബ്ലോക്കിൽ പെട്ട കാരണം ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റ് എടുത്ത് കഴിച്ചു തുടങ്ങി. ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പാകശാലയിലാണ് കയറിയത്. മിക്കപ്പോഴും A2Bയിലാണ് ഞങ്ങൾ കയറാറ്. ഞങ്ങളുടെ ഈ യാത്ര ഗുഡ് ഫ്രൈഡേ ദിവസമായിരുന്നു. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലും. അങ്ങനെ സീറ്റ് കിട്ടി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നു. അപ്പോൾ ഞങ്ങൾ മിനി ടിഫിനാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു പൂരി മസാലയും. മിനി ടിഫിനിൽ ഒരു ഇഡ്ഡലി, ദോശ, വട, ചട്നി, സാമ്പാർ, പിന്നെ കാരാബാത്തും കേസരിയും ഉണ്ടായിരുന്നു. ഒരു ചായയും കൂടെ കിട്ടും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ വ്യൂ അടിപൊളിയല്ലേ? ട്രാവൽ ചെയ്യുമ്പോൾ നല്ലതൊക്കെ കണ്ടാൽ ഞാനത് വീഡിയോ എടുത്ത് വെക്കാറുണ്ട്. ഇവിടെയൊക്കെ മുല്ലപ്പൂ തോട്ടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേര് മുല്ലപ്പൂ മാലയാക്കി വിൽക്കുന്നത് കണ്ടിരുന്നു. കൃഷ്ണഗിരിയിൽ ഈ മാംഗോ സീസൺ സമയത്ത് കുറേ മാങ്ങ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. കഴിഞ്ഞ 2 വട്ടം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്ര നല്ല ടേസ്റ്റുള്ള മാങ്ങയൊന്നുമല്ല കിട്ടിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങിയില്ല. ധർമ്മപുരി സേലം റൂട്ട് സ്ഥിരം കാഴ്ചയാണ് ഈ വിൻഡ് മിൽസിന്റെ സംഭവം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ വാളയാറെത്തി. ഇനി ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ റൈസ് ബൗളിലാണ് കയറാറ്. സ്ഥിരം ഇവിടെ തന്നെയാണ് കയറാറ്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ ഫുഡ് കിട്ടാനും. നെയ്ച്ചോറ്, ഡ്രാഗൺ ചിക്കൻ, നൂഡിൽസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ജ്യൂസും. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. ഗുരുവായൂർ അടുത്താണ് ഞങ്ങളുടെ സ്ഥലം. കുതിരാൻ ടണലാണിത്.
അങ്ങനെ വീടെത്തി ചക്ക ചിപ്സ് കഴിച്ചു. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ നട്ടുവെച്ചതിൽ എന്തൊക്കെ ഉണ്ടായി, ഏതൊക്കെ ചെടികൾ പോയി എന്നാണ് ആദ്യം നോക്കാറ്. ആപ്പിൾ ചാമ്പ ഉണ്ടായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എൻ്റെ വീട്ടിലും ആപ്പിൾ ചാമ്പ ഉണ്ട്, പക്ഷേ അത് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പറങ്കി മാങ്ങ, ഇത് കുറച്ചൊരു ചവർപ്പ് ടേസ്റ്റാണ്, ഉപ്പിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. കശുവണ്ടി ഞങ്ങൾ ചുട്ട് കഴിക്കും. മാങ്ങ ഉണ്ടായിട്ടുണ്ട്, ഒന്നരാടെ ഉണ്ടാവാറുള്ളൂ. ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ ബാംഗ്ലൂർ പോണേക്കാട്ടി മുന്നേ കൊടുത്ത് ഒഴിവാക്കി. പിന്നെ കുഞ്ഞ് ചാമ്പയും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ട്രോബെറി ചാമ്പ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫുള്ളായിട്ട് നശിച്ചു പോയിട്ടോ. അടുത്ത ദിവസം രാവിലെ തന്നെ മുറ്റത്തിറങ്ങി പൂക്കളൊക്കെ നോക്കി. പിന്നെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.